യു.എസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ശക്തമായതിനെ തുടർന്ന് ഇന്നത്തെ ദിവസവും ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വരികയും ഇൻഡെക്സ് 0.18% ഇടിഞ്ഞ് 23,696 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കം കൂടി വരാനിരിക്കെ മാർക്കറ്റ് ഇപ്പോൾ ഒരു കോഷ്യസ് അപ്രോച്ചാണ് വെച്ച് പുലർത്തുന്നത്. ഇന്നത്തെ ദിവസം മെറ്റൽ, PSU തുടങ്ങിയ സെക്ടറുകളിൽ ബൈയിങ് പ്രഷർ പ്രകടമായിരുന്നെങ്കിലും റിയാലിറ്റി, FMCG, കൺസ്യൂമർ ഡ്യൂറബിൾ തുടങ്ങിയ സെക്ടറുകളിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. ഫേവറബിൾ ബഡ്ജറ്റിനെ തുടർന്ന് ഡൊമസ്റ്റിക് ഔട്ട്ലുക്ക് പോസിറ്റീവ് ആണെങ്കിലും ചൈന US ട്രേഡ് വാർ നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ അൺസർട്ടനിറ്റീസ് ശക്തമാവുകയും ഇന്നത്തെ ദിവസം മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. സെൻസെക്സ് 0.61% ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി 0.18% ഇടിഞ്ഞു. അതേസമയം ബ്രോഡർ മാർക്കറ്റിൽ ബൈയിങ് പ്രഷറായിരുന്നു കാണാൻ സാധിച്ചത്. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.69% ഉയർന്നപ്പോൾ സ്മാൾ ക്യാപ് ഇൻഡെക്സ് 1.42% ഉയരുകയും മാർക്കറ്റ് ബ്രെഡ്ത്ത് പരിശോധിച്ചാൽ മേജർ സ്റ്റോക്കുകൾ, അതായത് 2548 സ്റ്റോക്കുകൾ ബൈയിങ് സൈഡിലും 1417 സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ത്യ വിക്സ് 0.46% ഉയർന്ന് 14.08 എന്ന ലെവലിലേക്ക് എത്തിയത് വരും സമയങ്ങളിൽ മാർക്കറ്റിൽ ഉയർന്ന വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. അതേസമയം രൂപയുടെ മൂല്യം $87.49 എന്ന ലെവലിലേക്ക് ഇടിയുകയും ചെയ്തു. എക്കോണമിയെ സംബന്ധിക്കുന്ന രണ്ട് പ്രധാന ഡേറ്റകളാണ് ഇന്ന് പുറത്തു വന്നത്. ഒന്ന് ബിസിനസ് ആക്ടിവിറ്റി ഇൻഡെക്സ് ഡേറ്റ. ബിസിനസ് ആക്ടിവിറ്റി ഇൻഡെക്സ് ഡേറ്റയിൽ ബിസിനസ് ആക്ടിവിറ്റിയുടെ ഷാർപ്പ് എക്സ്പാൻഷനാണ് കാണാൻ സാധിച്ചത്. ഡിസംബർ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബിസിനസ് ആക്ടിവിറ്റി എക്സ്പാൻഷൻ റേറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോമ്പോസിറ്റ് ഔട്ട്പുട്ട് ഇൻഡെക്സ് 14 മാസത്തെ ഏറ്റവും ലോ ആയ 59.2 നിന്നും 14 മാസത്തെ ഏറ്റവും ലോ ആയ 57.7 എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സ്ട്രോങ് ഇക്കോണമിക് ഡേറ്റയെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കൂടാതെ ഇന്ത്യയുടെ 10 വർഷത്തെ ബോണ്ട് yield 1.57% വർദ്ധിച്ച് 6.77% എന്ന ലെവലിലേക്ക് എത്തി. 6.77% എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ ഡോളർ ഇൻഡെക്സ് 0.53% കറക്റ്റായി 107.43 എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. ഓവറാൾ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ പ്രഷർ അല്ലെങ്കിൽ വോളറ്റിലിറ്റി പ്രകടമാണ്. പ്രത്യേകിച്ചും കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മുകളിൽ ഏർപ്പെടുത്തിയ താരിഫ് അല്ലെങ്കിൽ ലെവി 30 ദിവസത്തേക്ക് പൗസ് ചെയ്തപ്പോൾ ചൈനയ്ക്ക് മുകളിൽ ഏർപ്പെടുത്തിയ 10% താരിഫ് എന്ന തീരുമാനവുമായി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനുള്ള ഒരു തിരിച്ചടി എന്ന വണ്ണം ചൈന US-ൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന കോൾ, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നിവയ്ക്ക് 15% താരിഫ് ഏർപ്പെടുത്തുകയും ക്രൂഡ് ഓയിൽ, അഗ്രികൾച്ചർ എക്യുപ്മെൻറ്റ്, ഓട്ടോമൊബൈൽ തുടങ്ങിയവയ്ക്ക് മുകളിൽ 10% താരിഫ് ഏർപ്പെടുത്തുകയും ചെയ്തു. അതായത് US-ഉം ചൈനയും തമ്മിലുള്ള ട്രേഡ് വാർ കനക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. US ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾക്ക് മുകളിൽ 10% ടാക്സ് ചുമത്തിയപ്പോൾ ചൈന US-ൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾക്ക് മുകളിൽ 15% ടാക്സാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ പ്രകടമായിരുന്നു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ കാണാൻ സാധിച്ച ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് ടൈറ്റാൻ എന്ന സ്റ്റോക്ക് ഇന്ന് 3% ഇടിഞ്ഞു. ടൈറ്റാൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 4.80% ഇടിഞ്ഞതാണ് സ്റ്റോക്ക് ഇടിയാനുള്ള പ്രധാന കാരണം. 1040 കോടിയിൽ നിന്നും 990 കോടിയിലേക്കാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. അതേസമയം റവന്യൂ 24% വർദ്ധിച്ച് 16,053 കോടിയിലേക്ക് ഉയർന്നെങ്കിലും മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്യുകയാണ് ചെയ്തത്. ടാറ്റ പവറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 1.12% ഉയർന്നിട്ടുണ്ട്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 8.2% ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും നെറ്റ് സെയിൽസ് 5% വർദ്ധിച്ചതുമാണ് സ്റ്റോക്ക് പോസിറ്റീവ് ക്ലോസിംഗ് നൽകാനുള്ള പ്രധാന കാരണം. ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വന്ന മറ്റൊരു സ്റ്റോക്ക് ഇൻഫോ എഡ്ജ് ആണ്. ഇൻഫോ എഡ്ജ് 3.10% ഉയർന്നു. ഇൻഫോ എഡ്ജ് 1:5 എന്ന റേഷ്യോയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഇൻഫോ എഡ്ജ് എന്ന സ്റ്റോക്കിൽ റാലി വന്നത്. ടെഗ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ 7.3% ഉയർന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റും 52% വർദ്ധിക്കുകയും കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 20% വർദ്ധിച്ച് 409 കോടിയായി മാറുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഫാർമ സെക്ടറിലെ മെട്രോപോളിസ് ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്ക് 4.71% ഉയർന്നു. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 15.4% വർദ്ധിച്ച് 27 കോടിയിൽ നിന്ന് 31 കോടിയിലേക്ക് എത്തുകയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ 10% വർദ്ധിച്ച് 322 കോടിയിൽ നിന്നും
10% ഉയരുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. സ്റ്റോക്ക് ബ്രോക്കർ സെഗ്മെൻറ്റിലെ ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്കിലും ഇന്ന് ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ഏഞ്ചൽ വണ്ണിൻ്റെ ക്ലയൻറ്റ് ബേസ് 45.7% വർദ്ധിച്ച് 30.13 മില്യനായി ഉയർന്നതാണ് സ്റ്റോക്കിൽ വന്ന റാലിക്ക് പിന്നിലെ പ്രധാന കാരണം. ഇന്ന് ഏഞ്ചൽ വൺ 6.27% ഉയർന്നു. ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് ഫോഴ്സ് മോട്ടോർ. ഫോഴ്സ് മോട്ടോർ ഇന്ന് 6% ഉയർന്നു. കമ്പനിയുടെ ടോട്ടൽ സെയിൽസിൽ 20% വർധന ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഫാർമ സെക്ടറിലെ തന്നെ അബോട്ട് ഇന്ത്യയും 6.28% ഉയർന്ന വഴി കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 16% വർദ്ധിച്ച് 310 കോടിയിൽ നിന്നും 360 കോടിയിലേക്കെത്തി. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 12% വർദ്ധിച്ച് 1614 കോടിയിലേക്കെത്തി. അബോട്ട് ഇന്ത്യ എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നതിന് പിന്നിലെ പ്രധാന കാരണം കമ്പനിയുടെ മികച്ച ക്വാർട്ടർലി റിസൾട്ടാണ്. ഫാർമ സെക്ടറിലെ ഒട്ടുമിക്ക കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. സൈഡസ് ലൈഫ് സയൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 29.62% വർദ്ധിച്ച് 789 കോടിയിൽ നിന്നും 1023 കോടിയിലേക്ക് എത്തുകയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ റവന്യൂ 16.96% വർദ്ധിച്ച് 5269 കോടിയായി ഉയരുകയും ചെയ്തു. വി മാർട്ട് റീറ്റെയിലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 0.2% ഇടിഞ്ഞിട്ടുണ്ട്. അതേസമയം കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 15% ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്